ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിയ്യത്ത്, അവൻ നിസ്കരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന നിയ്യത്ത്, അവൻ നോമ്പ് പിടിക്കുമ്പോൾ അവൻ എടുക്കുന്ന നിയ്യത്ത്, അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവൻ എടുക്കുന്ന നിയ്യത്ത് ഖൈറും മിൻ അമലിഹി, അവൻ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ ഖൈറാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഒരു നിസ്കാരം അള്ളാഹു സ്വീകരിക്കണോ വേണ്ടയോ എന്ന് അള്ളാഹു തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നിയ്യത്തിന്റെ ശരിയും തെറ്റിന്റെയും അടിസ്ഥാനത്തിലാണ്. നിയ്യത്തിൽ പിഴവ് വന്നാൽ നമ്മുടെ ഒരു അമലുകളും അള്ളാഹു സ്വീകരിക്കില്ല. നിയ്യത്ത് ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് നിയ്യത്ത്, അത് വാക്കുകൊണ്ട് പറയുന്നതല്ല. അതാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, നിയ്യത്തുൽ മുഅ്മിനി, മുഅ്മിനിന്റെ നിയ്യത്ത്, മുഅ്മിനിന്റെ കരുതൽ ഖൈറും മിൻ അമലിഹി, അവൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നതിനേക്കാൾ, അവിടെ കൂടുതൽ ദൈർഘ്യനേരം നിന്ന് ഓതുന്നതിനേക്കാൾ, അവൻ റുകൂഉം സുജൂദും ചെയ്യുന്നതിനേക്കാൾ, അവൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളെല്ലാം വെടിഞ്ഞ് അവൻ പിടിക്കുന്ന നോമ്പുകളെക്കാൾ, ഒരു വിദ്യാർത്ഥി രാപകലില്ലാതെ പഠിക്കുന്നതിനേക്കാൾ അവന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഉദിച്ചു വരുന്ന നിയ്യത്തിനാണ് കൂലി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ തഴവാ ഉസ്താദ് പാടിയ ബൈത്ത് നമ്മൾ ചൊല്ലിയത്, നിയ്യത്ത് നന്നായാൽ എന്തും നീ ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നിയ്യത്ത് നന്നായാൽ, നിന്റെ നിയ്യത്ത് നന്നായാൽ നീ കർമ്മങ്ങളിലേക്ക് ഇറങ്ങിക്കോ. ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു മഹാപണ്ഡിതൻ നിയ്യത്ത് വെച്ചു. അദ്ദേഹത്തിന്റെ നിയ്യത്ത് എന്താണ്? ആ സ്ഥാപനത്തിലൂടെ ആയിരക്കണക്കിന് ആലിമീങ്ങൾ പഠിച്ചിറങ്ങണം, അവർ ഞാൻ മരിക്കുമ്പോ എനിക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരു പള്ളി നിർമ്മിക്കുന്ന നിർമ്മാതാവ്, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ നമുക്ക് നിർമ്മിച്ചു തന്ന ഈ പള്ളിയിൽ അന്ന് അവർ നിയ്യത്ത് വെച്ചത് എന്തായിരുന്നു? ഞാൻ എന്റെ മരണശേഷവും എന്റെ കാലശേഷവും എന്റെ നാട്ടുകാർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി. അല്ലേ സഹോദരാ, ഒരു വൃക്ഷം നടുമ്പോൾ ഇന്ന് നാം തിന്നുന്ന അല്ലെങ്കിൽ പറിക്കുന്ന തേങ്ങ, അല്ലെങ്കിൽ നാം അടർത്തിയെടുക്കുന്ന റബ്ബർ, അല്ലെങ്കിൽ നാം ഭക്ഷിക്കുന്ന ഭക്ഷണം ഒരിക്കലും നമ്മുടെ കൈകൊണ്ട് നട്ടതല്ല. നമ്മുടെ കാരണവന്മാർ അല്ലെങ്കിൽ അവരുടെ കാരണവന്മാർ നട്ടുമുളപ്പിച്ച് കഷ്ടപ്പെട്ട തെങ്ങിന്റെ തേങ്ങയാണ് ഇന്ന് ഞാനും നിങ്ങളും ഭക്ഷിക്കുന്നതെങ്കിൽ അവരുടെ നിയ്യത്തായിരുന്നു, എന്റെ മക്കൾ, എന്റെ കുടുംബം അവർ ഭക്ഷിക്കണം, അവർ നല്ലതാവണം. അവിടെയാണ് അതിന്റെ പ്രതിഫലമെന്ന്. അമലിനേക്കാൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ പ്രതിഫലം നമ്മുടെ നിയ്യത്തിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്തുകൾ നന്നാവണം, നമ്മുടെ നിയ്യത്തുകൾ നന്നാവണം. ഒരിക്കലും നമ്മുടെ നിയ്യത്ത് ദുനിയാവാകാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ നിയ്യത്ത് ഈ ലോകത്തിന്റെ ഭൗതിക നേട്ടങ്ങളാവാൻ പാടില്ല, ഒരിക്കലും ആവാൻ പാടില്ല ഒരു കർമ്മങ്ങളിലും. ഇന്ന് ഒരു വാളിന്റെ വേദി സംഘടിപ്പിക്കുന്നത് തന്നെ ആ സംഘാടകരുടെ ലക്ഷ്യം അവിടെ അറിവ് അല്ല. പലരുടെയും ഒരു ഭൂരിഭാഗം പേർ അതിന്റെ പിന്നിൽ ഒരു നിർമ്മാണ പ്രവർത്തനം, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന്റെ, ഇത് വേണ്ട എന്നല്ല, ഇത് ചെയ്യണ്ട എന്നല്ല, പക്ഷെ ലക്ഷ്യം അത് ജനങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതാകണം. രണ്ടാമതാണ് മറ്റുള്ളത്. സഹോദരങ്ങൾ, വേണ്ട രൂപത്തിൽ അത് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ വഅലിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കേണ്ട എന്നല്ല, നമ്മുടെ മുൻകാലങ്ങളിൽ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ പണ്ഡിത പടുക്കൾ മഗ്രിബ് തുടങ്ങുന്ന വഅല് സുബ്ഹി വരെയും നീണ്ടുനിന്ന വഅലുകൾ ഉണ്ടായിരുന്നു. 1,00,000 പേർ അതിൽ പങ്കെടുത്താൽ 50,000 പേര് അമുസ്ലിമീങ്ങൾ, 50,000 പേര് മുസ്ലിമീങ്ങൾ, 50,000 അമുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് തിരിച്ചു പോകുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ നിയ്യത്ത് നന്നായത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ പല സംഭവങ്ങളുടെയും പല പ്രസ്ഥാനങ്ങളുടെയും പരാജയം അത് നിയ്യത്ത് നന്നാവാത്തത് കൊണ്ടാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏത് അമൽ ചെയ്താലും
ദുനിയാവെന്ന് പറയുന്ന സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നീയത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം ദുനിയാവാണ്. നമ്മുടെ നേട്ടങ്ങൾ, ദുനിയാവിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നിമിഷവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസാരങ്ങൾ എനിക്ക് ആ സ്ഥാനം കിട്ടണം, എനിക്ക് ഇന്ന സ്ഥാനം കിട്ടണം, അതിനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, നാളെ എന്റെ ആഖിറത്തിന് വേണ്ടിയല്ല. ഞാൻ മറ്റുള്ളവരോട് കയർക്കുന്നത് എന്റെ ആഖിറത്തിന് വേണ്ടിയല്ല. ദുനിയാവിൽ എന്റെ സ്റ്റാറ്റസിന് കേടുവരുന്ന ഒരു സംഭവത്തിന് ഞാൻ നിൽക്കില്ല. അപ്പൊ ദുനിയാവാണ്. ദുനിയാവിൽ നമുക്ക് വലിയ പേരുണ്ടാവണം. അല്ല, ദുനിയാവിലല്ല നമുക്ക് പേരുണ്ടാവേണ്ടത്. നമുക്ക് പേരുണ്ടാവേണ്ടത് എവിടെയാ? നാളെ ആഖിറത്തിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാൾക്ക് ദുനിയാവ് അവന്റെ ലക്ഷ്യമായാലോ, ഒരാൾക്ക് ദുനിയാവ് അവന്റെ ലക്ഷ്യമായാൽ, ശ്രദ്ധിക്കണേ മുഅ്മിനേ, മൻകാനത്തിദ് ദുനിയാ നിയ്യതഹു, ഒരുവൻ എന്ത് ചെയ്താലും ദുനിയാവ്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, എന്നെ തന്നെ പറയാലോ. വഅദിന് പോകുന്ന ഒരു പണ്ഡിതൻ, വാദിന് പോകുന്ന ഒരു പണ്ഡിതൻ, അവന്റെ മനസ്സിലെ നിയ്യത്ത് അവിടെ നിന്ന് കിട്ടുന്ന ചിക്കിളിയാണെങ്കിൽ അതിനെപ്പറ്റി അള്ളാന്റെ റസൂല് പറയുന്നത്, പള്ളി പരിപാലകർ അവരുടെ ലക്ഷ്യം പള്ളിയുടെ സമ്പത്താണെങ്കിൽ, രാജ്യത്തിന്റെ ഭരണാധികാരികൾ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ, അവരുടെ നിയ്യത്ത് സമ്പത്താണെങ്കിൽ, അവരുടെ നിയ്യത്ത് ആ രാജ്യത്തിന്റെ അമൂല്യമായ സ്വത്തുക്കളിലാണെങ്കിൽ, ബാല റസൂല് പറഞ്ഞത് കേട്ടുകൊള്ളുക, മൻകാനത്തിദ് ദുനിയാ, ദുനിയാവാണ് ഒരു മനുഷ്യന്റെ നിയ്യത്തെങ്കിൽ, ജഅലഹുല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കണ്ണിന്റെ മുന്നിൽ, എന്തൊരു വാക്കാന്ന് നോക്കിയേ, അവന്റെ കണ്ണിന്റെ മുന്നിൽ ദാരിദ്ര്യത്തെ നിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിന്റെ പിറകെ പോയവർക്കൊന്നും ഇന്ന് വരെ രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മഹാൻ ഉദാഹരണം പറയുന്നുണ്ട്, ദുനിയാവ് ഒരു നിഴല് പോലെയാണ്, ദുനിയാവ് ഒരു നിഴല് പോലെയാണ്. എന്റെ സഹോദര, ഇന്ന് വരെയെങ്കിലും നമ്മുടെ നിഴലിനെ പിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നല്ല വെയില്, നമ്മുടെ നിഴല് കാണാൻ കഴിയുന്നുണ്ട്. ഈ നിഴല് പിടിക്കാൻ പോകും തോറും നിഴൽ എങ്ങോട്ടാ പോണേ? അങ്ങോട്ട് പോയി പിടിക്കാൻ പറ്റൂല. ഇതാ ദുനിയാവ്. എത്ര കിട്ടിയാലും മതിയാവാത്ത ദുനിയാവ്. അവന്റെ വായിൽ മണ്ണല്ലാതെ നിറയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ച ദുനിയാവ്, വൃത്തികെട്ട ദുനിയാവ്, അള്ളാഹു ശപിച്ച ദുനിയാവ്, അള്ളാഹു ഏറ്റവും നികൃഷ്ടമായിട്ട് കണ്ട ദുനിയാവ്, ഒരീച്ചയുടെ പോലും വില അള്ളാഹു കൽപ്പിക്കാത്ത ദുനിയാവ്. ഈ ദുനിയാവിന് വേണ്ടിയാണോ മുഅ്മിനേ നമ്മളെ ജീവിതം പാഴിക്കളയുന്നത്? വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ പിന്നെ അവൻ അതിലേക്ക് ഇങ്ങനെ ആകൃഷ്ടനായി, ആഗ്രഹത്തോടുകൂടി അവന്റെ സകല സമ്പത്തും സർവ്വതും നശിച്ചു പോകുന്ന. എന്നാലോ അവൻ തിരിഞ്ഞു നടന്നു. വെയിലത്തവൻ തിരിഞ്ഞു നടന്നു എന്നെന്താ സംഭവിക്കുന്നത്? അതേ, വെയിലത്തവൻ തിരിഞ്ഞു നടന്നാൽ എന്താ സംഭവിക്കുന്നത്? നിഴൽ അവന്റെ കൂടെ വരും. അല്ലേ? നിങ്ങളും നടന്നു നോക്കുക. വെളിയിൽ പോയിട്ട് നടന്നു നോക്കിയിട്ട് നിഴല് നിങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ദുനിയാവ് അന്വേഷിച്ച് വെക്കോ? നമ്മൾ നടക്കുമ്പോൾ നിഴല് നമ്മളെ കൂടെ വരും. മഹാന്മാര് പഠിപ്പിക്കണം ഉദാഹരണം. ആ നിഴല് നമ്മളെ കൂടെ വരുന്നത് പോലെ ദുനിയാവ് നമ്മളെ കൂടെ വരും. ഇവിടെ ഏത് ആലിമീങ്ങളാണ് ഇസ്സത്തില്ലാതെ മരണപ്പെട്ടു പോയത്? ദുനിയാവിന് വേണ്ടി ജീവിച്ച ഏത് പണ്ഡിതനാണ് മരണപ്പെട്ടു പോയപ്പോൾ ദരിദ്രനായിട്ട് മരിച്ചത്? അള്ളാഹുവിന് വേണ്ടി ജീവിച്ച ഏത് മഹാന്മാരാണ് ദരിദ്രനായി? ആരും മരിച്ചിട്ടില്ല ദരിദ്രനായിട്ട്, ആരും മരിച്ചിട്ടില്ല. ഹജ്ജ് ചെയ്ത ഒരാൾ അവൻ ദരിദ്രനാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഹജ്ജ് അള്ളാഹുവിനാകണമെന്ന് മാത്രം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വമൻ തകുനിൽ ആഖിറത, ഒരുവൻ ആഖിറമാണ് നിയ്യത്തെങ്കിൽ, ജഅലഹല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സമ്പന്നത നൽകുന്നതാ. വജമഅ അലൈഹി, അല്ലാഹു അവന് എല്ലാ സമ്പത്തുകളും ഒരുമിച്ച് കൂട്ടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പൊന്നാര മുഅ്മിനേ, നിയ്യത്തുകൾ അല്ലാഹുവിന് വേണ്ടി ആകട്ടെ. നമ്മൾ തിന്നുന്ന
കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മൾ തൂക്കുന്ന സുഗന്ധം, നമ്മൾ നടക്കുന്ന ഓരോ കാൽച്ചവിടുകളും അത് ദുനിയാവിന് വേണ്ടിയാകണ്ട, അത് ദുനിയാവിന്റെ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടിയതാകണ്ട. അങ്ങനെയാണെങ്കിൽ വല്ലാഹി പരിശുദ്ധമായ ഖുർആൻ തിരുവചനം മുത്ത് റസൂലുള്ള പറഞ്ഞു പഠിപ്പിച്ചു തരികയാണ്, അവൻ ദരിദ്രനായിട്ടാണ് മരിച്ചു പോവുക, അവൻ നിന്ദ്യനായിട്ടാണ് മരിച്ചു പോവുക, അവൻ ഒന്നുമില്ലാത്തവനായിട്ടാണ് മരിച്ചു പോവുക. ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ മുഅ്മിനേ. കൈ പിടിച്ചു വരുമ്പോ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളല്ല, അവരും കൈ ഇങ്ങനെ മുറുക്കിയാണ് പിടിച്ചിരിക്കുന്നത്, എന്തൊക്കെയോ പിടിച്ചടക്കാനുണ്ടവന്. പക്ഷേ മരിച്ചു കഴിയുമ്പോ വിടർത്തി വെച്ചിരിക്കുന്ന കൈയിരിക്കുന്ന മനുഷ്യന് എന്ത് പിടിക്കാനാണ് കഴിയുക? അതുകൊണ്ട് നമുക്ക് ആഖിറം ലക്ഷ്യം വെക്കാം, അല്ലാഹുവിന്റെ വജ്ഹ് ലക്ഷ്യം വെക്കാം. പള്ളി പണിയുന്നത്, ഖത്തീബാകുന്നത്, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത്, പള്ളിയിൽ പ്രസിഡന്റ് ആകുന്നത്, ഒരാൾക്കൊരു നന്മ ചെയ്യുന്നത്, നല്ലൊരു വാക്ക് പറയുന്നത്, രണ്ടുപേര് തമ്മിലടിക്കുമ്പോൾ മസ്ലഹത്തുണ്ടാക്കുന്നത്, രണ്ടുപേര് ഫിത്ന പറയുമ്പോൾ ആ കുഴപ്പങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത്, എല്ലാം ഓരോ പ്രവർത്തനങ്ങളും ഓരോ അനക്കങ്ങളും ഓരോ അടക്കങ്ങളും അടക്കി ഭരിച്ച് ലോകത്തിന്റെ പ്രചണ്ഡ പ്രചാരണത്തിനായി കടന്നു വന്ന സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ ഉദാരതയായിട്ട് നമ്മളെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ, അവനിക്ക് വേണ്ടിയല്ലാതെ നീ എന്തൊരു കാര്യം ചെയ്തോ അതിന്റെ തൊഴിലാകട്ടെ, അതുകൊണ്ട് നിനക്ക് ദുനിയാവിൽ നേട്ടമുണ്ടാവില്ല, അതുകൊണ്ട് ആഖിറത്തിൽ നേട്ടമുണ്ടാകില്ല. അല്ലാഹുവിന്റെ റസൂൽ നമുക്കത് പഠിപ്പിച്ചു തരികയാ. വിചാരണ ചെയ്യുന്ന നാളിലുണ്ടല്ലോ 41 വിഭാഗമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് കടന്നു വരുന്ന വേളയില് മുഅ്മിനേ, ദുനിയാവിന് വേണ്ടി നീ ചിലവഴിച്ച സമയത്തെ കുറിച്ച്, നീ ദുനിയാവിന് വേണ്ടി സംസാരിച്ച തമാശകൾ പറഞ്ഞ ആവശ്യമില്ലാതെ സംസാരിച്ചു കളഞ്ഞ ഓരോ സെക്കൻഡിനെ ഓർത്തും നിന്റെ വിരൽ നീ കടിച്ചു മുറിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. നീ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും കർമ്മത്തിന്റെ വലിപ്പത്തിന് പ്രതിഫലമില്ല, ഹജ്ജിന്റെ ഓട്ടത്തിനും തവാഫിന്റെ ഓട്ടത്തിനും പ്രതിഫലമില്ല, നിസ്കാരത്തിന്റെ നിന്നെ കാണിക്കുന്ന കാട്ടായങ്ങൾക്ക് പ്രതിഫലമില്ല. പ്രതിഫലം എന്തിനെന്നറിയോ? നിന്റെ ഹൃദയത്തിൽ അല്ലാഹു മാത്രം കാണുന്ന, അല്ലാഹു മാത്രം ദർശിക്കുന്ന നിന്റെ ഹൃദയം അത് നന്നായോ, ആ നീയത്ത് നന്നായോ? നിന്റെ അമലുകൾ കുറവാണെങ്കിൽ അതൊരു നിസ്കാരമേ ഉള്ളൂ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളൂ, ഒരു നന്മയെ നീ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് നിനക്ക് സ്വർഗ്ഗത്ത് കടക്കാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂമ്പാരം പോലെ അമലുകളുമായിട്ട് ആഖിറത്തിൽ ചില ആൾക്കാർ വരും. നിസ്കാരക്കാരാണ്, അവർ നോമ്പുകാരാണ്, അവർ ഹജ്ജുകാരാണ്, അവർ നിന്ദ്യരായിട്ട് നരകത്തങ്ങ് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹൃദയം നന്നാക്കും മുഅ്മിനേ. നമുക്ക് ഒരുമിച്ച് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, ഇത് നന്നായില്ലെങ്കിൽ പിന്നെ വിജയമില്ല. ഇവിടെ രണ്ടുപേരടിക്കുമ്പം നമ്മൾ അതിനടുത്ത് മുതലെടുപ്പാണ്. അവൻ്റെ അടുത്ത് പോയി പറയും, തൽക്കാലം ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ, ഇവിടെ ഒന്ന് വേറെതും പറയും. അങ്ങനെ നമ്മൾ തമ്മിലടിപ്പിച്ച് മുതലെടുക്കുന്ന വെറും നെറികെട്ടവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. പല സംഭവങ്ങൾ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഖൈറെ ഉദ്ദേശിക്കാവൂ, എന്തും ഖൈറെ നമ്മൾ ഉദ്ദേശിക്കാവൂ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അല്ലാഹുവിനെ കുറിച്ച് എപ്പോഴും നല്ല ഭാവനയായിരിക്കണം നമ്മുടെ കൽബിൽ. ഒരിക്കലും മോശ ഭാവന അല്ലാഹുവിനെ കുറിച്ചുണ്ടാവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദൽതഖൽ മുസ്ലിമാൻ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്താണെന്ന് റസൂലുള്ള പറയുന്നു. കൊന്നവൻ നരകത്താണ്, കൊല്ലപ്പെട്ടവൻ നരകത്താണ്. മുസ്ലിമീങ്ങൾ, കാഫിരീങ്ങളല്ല, രണ്ട് മുസ്ലിമീങ്ങൾ നമ്മൾ പരസ്പരം തമ്മിലടിച്ചപ്പോൾ കൊന്നവൻ നരകത്ത്, കൊന്നവൻ നരകത്താണെന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാം. അവൻ അടിച്ചു കൊന്നിട്ടാണ്, അവനെ ജയിലിലടയ്ക്കാം. ഈ കൊല്ലപ്പെട്ടവൻ എന്തിന്റെ പേരിലുള്ള നരകത്ത് പോണത്? അവന്റെ റസൂല് പറയുകയാണ്, ഇദൽതഖൽ മുസ്ലിമാൻ ബിസൈഫൈഹിമാ, വാളുകൊണ്ടവർ യുദ്ധം ചെയ്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്താണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. സഹാബാക്കൾക്ക് അത്ഭുതമായി, നബിയേ
വഖീല യാ റസൂലല്ലാഹ് ഹാദൽ ഖാതിലു, കൊന്നവന്റെ കാര്യം ശരിയാണ്. ഫമൽ മഖ്തൂലു ഫമാ ഖാലൽ മഖ്തൂലു യാ റസൂലല്ലാഹ്, കൊല്ലപ്പെട്ടവൻ എന്താണ് നബിയെ നരകത്ത് പോകുന്നത്? ഞാൻ ഈ വിഷയം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സഹോദരൻ വന്ന് സംശയം ചോദിക്കുകയും ചെയ്തു, കൊല്ലപ്പെട്ടവൻ നരകത്ത് എന്തിനാ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു. സഹാബാക്കളെല്ലാം വന്ന് സംശയം ചോദിച്ചു, എന്താ നബിയെ, കൊല്ലപ്പെട്ടവൻ എന്തിനാണ് നരകത്ത് പോകുന്നത്? അവൻ ആക്രമിക്കപ്പെട്ടവനല്ലേ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്നഹു അറാദ ഖത്ല സ്വാഹിബിഹി, അന്നഹു അറാദ ഖത്ല സ്വാഹിബിഹി, അവൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ അവനെ കൊല്ലുമായിരുന്നു. അതാണ് കാരണം. അവൻ ഉദ്ദേശിച്ചിരുന്നു മറ്റവനെ തട്ടാൻ, പക്ഷേ നടന്നില്ല. അവൻ അറ്റാക്ക് ചെയ്ത് കൊന്നു. യവൻ നരകത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സുഗന്ധം പൂശുമ്പോൾ പോലും നമ്മൾ സുഗന്ധം പൂശൂലേ? ഒരു കല്യാണത്തിന് പോകുമ്പോൾ സ്പ്രേ അടിക്കൂലേ? അടിക്കണ എന്തിനു വേണ്ടിയാ? അതുപോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ രേഖപ്പെടുത്തി വെച്ചു, സുഗന്ധം അടിക്കുമ്പോൾ പോലും നിന്റെ നിയ്യത്ത് ഉണ്ടാവണം. നീ വസ്ത്രം ധരിക്കുമ്പോൾ നിന്റെ നിയ്യത്ത് ഉണ്ടാകണം. നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്തിനാ വസ്ത്രം ധരിക്കേണ്ടത്? പുറത്തു മറയാൻ. എന്തിനാ ചെരുപ്പ് ധരിക്കുന്നത്? കാലിൽ ചെളി പറ്റാതിരിക്കാൻ. എന്തിനാ വാച്ച് കെട്ടുന്നത്? സമയം നോക്കാൻ. ഇതൊക്കെ ഭൗതികതയാണ്, ഇതൊക്കെ ഭൗതികതയാണ്. പിന്നെ ഇതെങ്ങനെ ആത്മീയതയാവും? പിന്നെ ഇതിനെങ്ങനെ കൂലി കിട്ടും? ഇതിനും എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കൂലി തരാന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ പാഠം. നിങ്ങൾ ബാത്റൂമിൽ പോകുന്നതിന് പോലും കൂലിയുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യമില്ലേ? പോകാതിരിക്കാൻ പറ്റുമോ? അതിന് കൂലി എന്തിനാ? അത് പോകേണ്ടതുപോലെ പോയാൽ, അത് നിയ്യത്തുണ്ടായാൽ. നീ ഭക്ഷണം കഴിക്കുന്നതിന് നിനക്ക് കൂലിയുണ്ട്. ഏതുവരെ? നിന്റെ ഭാര്യയുമായിട്ട് നീ ബന്ധത്തിൽ, ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വരെ അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുണ്ട്. എന്തൊരു മതമാണ് സഹോദരങ്ങളെ, എന്തൊരു പരിശുദ്ധിയാണ് ഇതിനുള്ളത്. നീ പറയുന്ന ഓരോ സംസാരത്തിന് പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ തആല, നിശ്ചയമായും അല്ലാഹു തആല ലാ യൻദുറു ഇലാ സുവജിക്കും അംവാലിക്കും, നിങ്ങളുടെ രൂപങ്ങളിലല്ല അല്ലാഹു നോക്കുന്നത്. ക്യാഷ് ഉണ്ടോ എന്നല്ല റബ്ബ് നോക്കുന്നത്. ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന കർമ്മങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹു നന്നാക്കി തരട്ടെ. ഉറക്കാമീൻ പറ മനുഷ്യ, അല്ലാഹു നന്നാക്കി തരട്ടെ. ആഗ്രഹിക്കാതൊട്ട് നന്നാവൂല. ആഗ്രഹിക്കുക, അല്ലാഹ് കൂലി തരട്ടെ തരാതിരിക്കട്ടെ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, അല്ലാഹ് കൂലി തരട്ടെ തരാതിരിക്കട്ടെ, ഞാൻ ചെയ്യുവാണ്. ചെയ്യരുത്. ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല. എന്തോ ആവട്ടെ, ഞാനതങ്ങ് ചെയ്യാൻ പോവാണ്. ചെയ്യരുത്. ചെയ്യുന്നോ? അല്ലാഹ്ക്ക് വേണ്ടി. നീ പണിക്ക് പോകണം, നിന്റെ മക്കൾക്ക് വേണ്ടിയാകാം, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാകാം, അവർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാകാം. പക്ഷെ അല്ലാഹുവിനാണ്, അല്ലാഹുവിനാണ്. കാരണം എന്താ? നിനക്ക് ഭാര്യയെ തന്നതും പോറ്റാൻ പറഞ്ഞതും റബ്ബാണ്. നിനക്ക് മക്കളെ തന്നത് അല്ലാഹുവാണ്. നീ മീമിക്കാൻ പോകുമ്പോഴും, നീ പച്ചക്കറി വിൽക്കാൻ പോകുമ്പോഴും, നീ മാർക്കറ്റിൽ പോകുമ്പോഴും, നീ പണ്ഡിതനായിട്ട് സേവനം ചെയ്യുമ്പോഴും, ഉസ്താദന്മാർക്ക് മാത്രമല്ല കൂലി. ചായക്കട നടത്തിയിട്ട് കച്ചവടം നടത്തുന്നതിനും കൂലിയുണ്ട്. എങ്ങനെ നടത്തിയാൽ? അല്ലാഹ് പറയുന്നത് പോലെ. പടച്ചോനെ, ഞാനേ കിട്ടുന്ന കാശ് കൊണ്ട് എന്റെ ഉപജീവനം നടത്തും. പിന്നെയോ നീ പറഞ്ഞ രൂപത്തിൽ ഞാനത് ചെലവഴിക്കും. അല്ലാഹുവിന്റെ അടുക്കൽ നാളെ കൂലിയുണ്ട്. എന്തൊരു സംഭവമാണ് സഹോദര. നീ സുഗന്ധം പൂശി നോക്ക്. വല്ലാത്തൊരു ഹദീസാണ്. ഒരുവൻ പള്ളിയിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒരു അത്ര അങ്ങോട്ട് പൂശി, അത്ര പൂശി. നമ്മൾ സ്വാഭാവികമായിട്ട് അത്രയൊക്കെ പൂശിന് എന്തിനാണ്? ആയിക്കോ നല്ല മണോട്ടറ, അത് പറയാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചിന്തിക്കണേ അല്ലേ? അങ്ങനെയല്ല ചിന്തിക്കേണ്ട. ഭയങ്കരമായ നീ അള്ളാഹുവിന് വേണ്ടി സുഗന്ധം പൂശുമ്പോഴും, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നീ സുഗന്ധം പൂശുമ്പോഴും നിന്റെ ഗതികളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. കേക്ക്. ഒരുവൻ അള്ളാഹുവിന് വേണ്ടി സുഗന്ധം പൂശി. അള്ളാഹുവിന് വേണ്ടി സുഗന്ധം പൂശാനായിട്ട് ഇപ്പൊ നമ്മൾ സുഗന്ധം പൂശിയിട്ട് വേണോ അള്ളാഹ്ക്ക് സുഗന്ധം കിട്ടാൻ എന്ന് ചിന്തിക്കരുത്. അള്ളാഹ്ക്ക് ഇപ്പൊ നമ്മളെ നിസ്കാരം കിട്ടിയിട്ട് വേണ്ട അള്ളാഹുവിന്റെ ദറജ ഉയർന്നു പോവാൻ. ഇപ്പൊ ഞാനോ നിങ്ങളോ ഒരാൾ അസറും മഗ്‌രിബും നിസ്കരിച്ചില്ല, അള്ളാഹുവിന്റെ ദറജ താഴ്ന്നു പോവില്ല. അള്ളാഹുവിന് ഒരു കുഴപ്പവും വരില്ല, ഒരു കോട്ടവും പറ്റൂല. നീ നിസ്കരിച്ചില്ലേ? നിനക്ക്. നീ നോമ്പ് പിടിച്ചില്ലേ? നിനക്ക്. ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടി. എന്നിട്ട് അള്ളാഹുവിന് ഔദാര്യം ചെയ്ത് തന്നേക്കാം. വേണ്ട. ആർക്ക്?
ആർക്കാ നഷ്ടം? ഇത് നമ്മളെന്തോ ചെയ്തതും അള്ളാഹുവിനെന്തോ കിട്ടുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ അനുസ്കരിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ സഹാബാക്കൾ അങ്ങനെയല്ലായിരുന്നു, അള്ളാന്റെ റസൂൽ അങ്ങനെയല്ലായിരുന്നു. അവര് ചെയ്ത അമലുകളെ പറ്റി അവർ ഇന്ന് വരെ അഭിമാനം പറഞ്ഞിട്ടില്ലായിരുന്നു. അവര് രാത്രി മുഴുവനും പൊട്ടിക്കരഞ്ഞിട്ട് പകലന്തിയോളം ഒരു പണിയെടുത്തിട്ട് അലിയാര് തങ്ങളുടെ ജോലി പുല്ല് പറിക്കലായിരുന്നു സഹോദരങ്ങളെ. അള്ളാന്റെ റസൂൽ ആടുമേക്കാൻ പോയവരായിരുന്നു. കീറിയ ജുബ്ബയും മുണ്ടും തുന്നിയിട്ട് അള്ളാന്റെ റസൂൽ ഉടുത്തിട്ട് പോയിരുന്നു. അള്ളാന്റെ റസൂല് പട്ടിണി കിടന്നിരുന്നു. അള്ളാന്റെ റസൂല്. നമ്മളോ പട്ടിണി എങ്ങാനും ഒരു ദിവസമായപ്പോ പടച്ചോനെന്നെ അങ്ങോട്ട് പരീക്ഷിക്കുക, പിന്നെ റബ്ബ് നമ്മളെ കൈവിട്ടെന്നുള്ള വർത്താന. പട്ടിണി കിടന്നിട്ട് ഒരു നേരത്തെ വെള്ളം പോലും കുടിക്കാനല്ലാതെ റസൂലുള്ള വിതുമ്പിയപ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ നിനക്ക് വേണ്ടിയാണ് ഞാൻ പട്ടിണി കിടക്കുന്നത്. സമ്പത്തിന്റെ കൂമ്പാരം കൊണ്ട് കയ്യിൽ കൊടുത്തപ്പോ, ഗനീമത്തിന്റെ സ്വത്ത് കിട്ടിയപ്പോ പാവങ്ങൾക്ക് വിതരണം ചെയ്തു അല്ലാഹുവിന്റെ റസൂല്. സഹോദരങ്ങളെ, അതാണ് ഈമാൻ, അതാണ് നിയ്യത്ത് നന്നാവുക എന്ന് പറയുന്നത്. അതാണ് നോക്ക്, അല്ലാഹുവിന് വേണ്ടി ഒരുവൻ സുഗന്ധം പൂശി, മൻ തطيب ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഒരുവൻ സുഗന്ധം പൂശി, ജാഅ യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാളിൽ വരുന്നത് എങ്ങനെയെന്നറിയോ? ഖബറിൽ എഴുന്നേറ്റ് ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത് എങ്ങനെയെന്നറിയോ? അത്യബു മിനൽ മിസ്കീൻ, അത്യബു മിനൽ മിസ്കീൻ, മിസ്കിനേക്കാൾ സുഗന്ധപൂരിതമായിട്ട് അവൻ നാളെ പരലോകത്ത് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. ഈ ഒരുവൻ സുഗന്ധം പൂശിയിട്ട് കല്യാണത്തിൽ പോയി എന്തിനു വേണ്ടി? ആ താത്തായും മണക്കണം, ഈ കാക്കായും മണക്കണം, അവിടെയും സ്മെല്ല് കിട്ടണം, അതിനു വേണ്ടി അടിച്ചു. നമ്മൾ അതിനു വേണ്ടിയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ പോയാൽ ഇഹ്യാ ഉലൂമുദ്ദീനിലാണ് ഹദീസുള്ളത്, മൻ തطيب ലിഗൈരില്ലാഹ്. മറ്റു ഹദീസുകളിൽ പെണ്ണുങ്ങൾ മണം കിട്ടാൻ വേണ്ടി തത്തറടിക്കുന്നവനുണ്ട്. പെണ്ണുങ്ങൾക്കൊരു മണം കിട്ടാൻ അവരെ ശ്വസിച്ചോട്ടെ, അന്യവർ കേട്ടിട്ട് സെറ്റപ്പാന്ന് പറഞ്ഞോട്ടെ, അതിനു വേണ്ടി നീ പൂശിയാൽ ജാഅ യൗമൽ ഖിയാമ വരീഹുഹു അന്തനു മിനൽ ജീഫാ. ചീഞ്ഞ മണമായിട്ട്, ചീഞ്ഞ ജീഫ, ചീഞ്ഞ ദുർഗന്ധമായിട്ട് അവൻ ഖിയാമത്ത് നാളിൽ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ അഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു സുഗന്ധം പൂശുന്നതിന്റെ വിധി ഇതാണെങ്കിൽ പിന്നെ ഖുർആൻ ഓതുന്നത് പറയണോ? ഖുർആൻ ഓതുന്നത് പറയണോ? നിസ്കരിക്കുന്നത് പറയണോ? നോമ്പ് പിടിക്കുന്നത് പറയണോ? ഇപ്പൊ പള്ളിയിൽ ഞാനിവിടെ സുന്നത്ത് നോമ്പ് പിടിച്ച ഈ മഹലിൽ മൊത്തം അറിയും. സാധാരണ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത നോമ്പാ അവരറിഞ്ഞു, വൈകിട്ടെന്താ ചാടിക്കാത്ത നോമ്പാ അവര് പറഞ്ഞു. റാഹത്തെ നോമ്പുകാരനാ. ആ നോമ്പ് ഈ മുള്ളംകുന്ന് പള്ളിക്കകത്ത് പോലും കയറൂല. ചിന്തിക്ക് സഹോദര, അള്ളാഹുവും ഞാനും അറിയുന്ന ഒരു അമൽ ഉണ്ടാവണം. അള്ളാഹു എനിക്ക് ആ അമൽ അറിയാവുള്ളൂ, അത് നിത്യമായിട്ടുണ്ടാവുക. ചിലപ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവും ഞാനും അറിയുന്ന 2 റക്അത്ത് നിസ്കാരം ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇവിടെ നമ്മളെല്ലാവരും, ഞാൻ ആരെയും വേർതിരിച്ചോ ഞാനോ മാറി നിന്നിട്ട് ഞാൻ നല്ലവരെന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല, എനിക്ക് നന്നാവണം. നമ്മളെല്ലാവരും ഒരുമിച്ച് അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്ത് ചെയ്താലും ഇനി എന്റെ റബ്ബിന് വേണ്ടി എന്ന് നിയ്യത്തെടുക്കും മുസ്ലിമേ. എന്റെ പൊന്നാര മുഅ്മിനീങ്ങളെ, അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല, അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു രക്ഷപ്പെടുത്തില്ല. എന്ത് ചെയ്താലും ബക്കറ്റ് വരുന്നുണ്ട്, 10 രൂപ ഇടുന്നത് അള്ളാഹ്ക്ക് വേണ്ടി. ഇങ്ങനെ ഇടുമ്പോ വോട്ടെ 10, എല്ലാ ആഴ്ച ഇടുന്നത് ഒരു 10 കിടക്കട്ടെ. ഏറ്റവും ചീഞ്ഞതേ ഇടുള്ളൂ അതിനകത്ത്, കാരണം ആരും അറിയില്ലല്ലോ. അറിയാനപ്പോ കൈപൊക്കാൻ പറഞ്ഞാലാണ് 10,000 വീഴുള്ളൂ. 100 അതിനകത്ത്. പള്ളിക്ക് വരുമാനം ഉണ്ടാവട്ടെ. ആരും അറിയാത്ത അതിനകത്ത് സ്വർണ്ണമൊക്കെ ഇടുന്ന എന്തോരം പെണ്ണുകളെന്നറിയോ? വാതിന്റെ ആരും അറിയില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട. അതിനാണ് റിയ എന്ന് പറയുക, ലോകമാന്യത. ശിർക്കിന്റെ ചെറിയ ശിർക്ക് അള്ളാഹു പൊറുക്കാത്ത പാവമാണ് ശിർക്കെങ്കിൽ റിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെറിയ ശിർക്ക് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച. ഞാൻ 2 അക്ഷരം പറഞ്ഞാൽ എല്ലാവരും അത് അറിയണം.
അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എന്റെ പൊന്നാര മുഅ്മിനീങ്ങളെ, ഇതൊന്നും എല്ലാം നന്മയ്ക്ക് വേണ്ടി ഒരാളങ്ങനെ ചിന്തിച്ചാൽ അത് പറയുന്ന എനിക്ക് നമ്മളെ ഖബറിൽ ഒരാള് അങ്ങനെ ചെയ്ത് അമൽ ചെയ്താൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതാണ് ഇതിന്റെ ഫലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം.